ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ സെഷനാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനിൽ നമ്മൾ കെപ്ലർസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആയിരുന്നു പഠിച്ചത്. ആൻഡ് രണ്ടാമത്തെ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആപ്പിൾ തറയിൽ വീഴുന്നു, ന്യൂട്ടൻ്റെ തലയിൽ വീഴുന്നു, അല്ലെങ്കിൽ ഭൂമി എല്ലാത്തിനെയും പിടിച്ച് വലിക്കുന്നു 9.8 ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭൂമി ഉണ്ടാവണം അല്ലെങ്കിൽ ഭൂമി മറ്റുള്ള വസ്തുക്കളെ പിടിച്ച് വലിക്കണം എന്നില്ല. അത് ഏത് രണ്ട് വസ്തുക്കൾ തമ്മിലും വരാം. ഫോർ എക്സാമ്പിൾ ഈ രണ്ട് പേന പറയുവാണെങ്കിൽ ഈ രണ്ട് പേന തമ്മിലും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ F = G × m1 m2 / r² എന്നുള്ളത് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള ഫാക്ടർ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വരുന്നത്. അതെങ്ങനെ വരുന്നു എന്നായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷൻ കാണാത്തവർ ദയവായി അതൊന്ന് പോയി കണ്ടിട്ട് വരിക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഈ ചാപ്റ്ററിലെ എല്ലാ സെഷൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങും മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടത്തോടെ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്സ് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും മാർക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഞാൻ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അതൊന്ന് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നോട്ട്സ് എഴുതി എടുക്കുകയോ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുത്വത്തിനെ കുറിച്ചാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ G എന്ന് പറഞ്ഞ ഫാക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ G എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 9.8 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 10 ആയിട്ടായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ G എങ്ങനെ വരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നാണ് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ G എന്നുള്ള കാര്യം വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വസ്തുക്കൾ തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കളുടെയും മാസിന് പ്രൊപ്പോർഷണൽ ആണ്. ഇവ തമ്മിൽ എത്ര ദൂരമുണ്ട് അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ദൂരം കുറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുന്നു, ദൂരം കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നു. അതേപോലെ മാസ് കൂടിയാലും കുറഞ്ഞാലും ഇതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുകയും കുറയും ചെയ്യുന്നു. ഇത് നമ്മൾ പഠിച്ചായിരുന്നു. ഇതിൽ നിന്നും എങ്ങനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഗ്രഹങ്ങൾക്കാണ് പറയുന്നത്, പ്ലാനറ്റ്സിനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫ്രീ falling body under the gravitational pull of Earth or any planet is called acceleration due to gravity. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വസ്തുക്കളും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ അടുത്ത് ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭൂമിയുടെ അടുത്ത് ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ഭൂമി ആ വസ്തുവിനെ പിടിച്ച് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് വലിക്കും. ഭൂമിയുടെ മാസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഭയങ്കര കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺസ് ലോ പ്രകാരം അറിയാം, ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷനാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഫോളിംഗ് ബോഡിയിലുള്ള ആക്സലറേഷൻ ആണ് അണ്ടർ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത്, ഒന്നെങ്കിൽ ഭൂമി ആവാം ഓർ എനി അതർ പ്ലാനറ്റ്സ്. അതിനെയാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെ വരുന്നു? നമ്മൾ 9.8 എന്ന് പറഞ്ഞു. 9.8 എന്ന് പറയുന്നത് ഭൂമിക്ക് അടുത്തുള്ള ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഭൂമി ഒരു വസ്തുവിൽ ഇടുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിഡർ എ പ്ലാനറ്റ് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r. ഒരു പ്ലാനറ്റ് വരച്ചിട്ടുണ്ട്, ഒരു ഗ്രഹമാണ്, അതിന്റെ മാസ് എന്ന് പറയുന്നത് m മാസ് ഉള്ള പ്ലാനറ്റ് ആണ് ആൻഡ് റേഡിയസ് r ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിലൊരു ഒബ്ജക്റ്റ് വരുന്നു. ലെറ്റ്സ് സേ നിങ്ങളാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ വരച്ച് കാണിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് വിത്ത് മാസ് m. നിങ്ങളുടെ മാസ് m ആണ്. ഓൺ ദ സർഫസിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഭൂമിയുടെ സർഫസിൽ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എപ്പോഴും ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു, അത് ആക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി നിന്നായിരിക്കും. അപ്പോൾ ഭൂമിയുടെ സെന്റർ പോയിന്റ്, ഭൂമിയുടെ ഗോളത്തിന്റെ സെന്റർ പോയിന്റ് നിന്നും എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ സെന്റർ കമ്പയർ ചെയ്യുമ്പോൾ, ഭൂമിയുടെ സെന്റർ മുതൽ സർഫസ് വരെയുള്ള ദൂരം കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്നും എൻ്റെ സെന്ററിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ദൂരമാണ്. അപ്പോൾ അതെനിക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി എനിക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എന്ത് പറയാം, എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഭൂമിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലുള്ള ദൂരം r ആണ്, അല്ലെങ്കിൽ ആ റേഡിയസ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ മാസ് അറിയാം, ഭൂമിയുടെ മാസ് അറിയാം, ഞങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു. ആ F എന്ന് പറയുന്നത് G × m1 m2. m എന്ന് പറയുന്നത് ആദ്യത്തെ വസ്തുവിന്റെ മാസ്. അപ്പോൾ ഭൂമിയുടെ മാസ്, ഭൂമി ആണെങ്കിൽ ഭൂമി, അല്ലെങ്കിൽ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിന്റെ മാസ് ഇൻറ്റു സ്മോൾ m എൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഞങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്രോക്സിമേറ്റ് ആയിട്ട് അത് r എന്നെടുക്കാം. ആ r² ആയിരിക്കും. ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുവാണ്. ഓക്കെ, ഇനി ബൈ സെക്കൻഡ് ലോ നമുക്ക് എന്തറിയാം? നമുക്കറിയാം F = mg ആണെന്നറിയാം.
മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് ഫോഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ എനിക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പോൾ ഇതിന് ഞാൻ 2 എന്ന് പറയുകയാണ്. ആൻഡ് ഞാൻ 2നെയും 1നെയും ഇക്വേറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ റൈറ്റ് സൈഡിൽ mg ആണ്, ഇവിടെ gmm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. mg ഈസ് ഈക്വൽ ടു g ഇൻറ്റു mm ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ m ഉണ്ട്, അത് കട്ട് ചെയ്യും. റൈറ്റ് സൈഡിൽ m ഉണ്ട്, ഇത് കട്ട് ചെയ്യും. ആൻഡ് ജിന്റെ എക്സ്പ്രഷൻ എന്തായി? ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു എം ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്നായി. ഈ ജി എനിക്ക് അറിയാൻ പറ്റും. ഭൂമിയുടെ മാസും ഭൂമിയുടെ റേഡിയസും എനിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എനിക്ക് കണ്ടുപിടിച്ചെടുക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാണ് ഇതിന്റെ വാല്യൂ, ഭൂമിയുടെ അടുത്തുള്ള വാല്യൂ ആണ് പറയുന്നത് 9.8. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ദസ് ദ വാല്യൂ ഓഫ് ജി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി പ്ലാനറ്റ്. ഏത് പ്ലാനറ്റിലാണോ നിൽക്കുന്നത്, ഇപ്പോൾ ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ മാസ്, അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിലാണോ നിൽക്കുന്നത് ആ പ്ലാനറ്റിന്റെ മാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയസ് മാറുന്നതനുസരിച്ചും ജി മാറും, മാസ് മാറുന്നതനുസരിച്ചും ജി മാറും. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണെന്ന് അറിയാം. പക്ഷേ ഇതേ ഞാൻ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രന്റെ മാസും മാറി റേഡിയസും മാറി. അപ്പോൾ ചന്ദ്രന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിന്റെ യൂണിറ്റും ഡയമെൻഷനും പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എനിക്ക് പറയണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ആക്സലറേഷൻ തന്നെയാണ്. അപ്പോൾ ആക്സലറേഷൻ യൂണിറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും. ആക്സലറേഷൻ യൂണിറ്റ് എനിക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് തന്നെ ആയിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഡയമെൻഷൻ പറയാൻ എനിക്കിതിന്റെ എക്സ്പ്രഷൻ അറിഞ്ഞാൽ മതി. എക്സ്പ്രഷനിൽ നിന്നും എനിക്ക് ഡയമെൻഷൻ പറയാൻ പറ്റും. ശ്രദ്ധിക്കുക, ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mLT⁻²2 ആണ്. ഈ മാസിന് ഇപ്പുറത്ത് വരണം. അപ്പോൾ എമ്മും കട്ട് ചെയ്തു പോകും, ബാക്കി LT⁻²2 ആണ്. അതായിരിക്കും ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് സ്കേലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി അല്ലെങ്കിൽ ആ ആക്സലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ സെൻട്രലിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആക്സലറേഷൻ തന്നെയാണ്. ആക്സലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി സിൻസ് ജി വേരീസ് ഫ്രം പ്ലാനറ്റ് ടു പ്ലാനറ്റ്, വെയിറ്റ് അതായത് mg എന്ന് പറഞ്ഞ കാര്യം ഓൾസോ വേരീസ് ഫ്രം പ്ലാനറ്റ് ടു പ്ലാനറ്റ്. അപ്പോൾ എൻ്റെ ഭാരം എന്ന് പറയുന്നത് തൂക്കം മാറത്തില്ല. തൂക്കം മാസ് എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്. എൻ്റെ മാസ് എവിടെ പോയാലും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ വെയിറ്റ് mg എന്ന് പറഞ്ഞ കാര്യം, g എന്നുള്ള കാര്യം ഓരോ പ്ലാനറ്റിലും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ. ആ പ്ലാനറ്റിന്റെ മാസും റേഡിയസും അനുസരിച്ച് g മാറുന്നു. അങ്ങനെയാണെങ്കിൽ mgയും എനിക്ക് ഓരോ പ്ലാനറ്റിൽ പോകുമ്പോൾ ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ള എൻ്റെ വെയിറ്റ് ആയിരിക്കത്തില്ല ഞാൻ ചൊവ്വാഗ്രഹത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ പ്ലാനറ്റിൽ എത്രയാണോ അവിടുത്തെ സ്മോൾ ജി അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനനുസരിച്ച് എൻ്റെ വെയിറ്റും മാറുന്നതായിരിക്കും. ഇനി വൺ ലാസ്റ്റ് പോയിന്റ് നോക്കാം. സിൻസ് ഗ്രാവിറ്റേഷൻ ആക്ട്സ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റീസ് ജി ആക്ട്സ് ടുവേർഡ്സ് ദ പ്ലാനറ്റ് സെന്റർ. എപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടായിരിക്കും ഇത് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമി എന്നെ പിടിച്ച് വലിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നെ ഭൂമി ഇങ്ങോട്ടായിരിക്കും വലിക്കുന്നത്. ഏത് പോയിന്റിൽ നിന്നാണോ ആ പോയിന്റിൽ നിന്നും സെൻറ്ററിലോട്ടാണ് ഭൂമി അതിനെ വലിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തേർഡ് ലോ പ്രകാരം നമുക്കറിയാം ഈ ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ആ വസ്തുവിൽ ഭൂമി ഒരു ഫോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഭൂമിയിൽ ഈ വസ്തുവും അതേ ഫോഴ്സ് തിരിച്ചിടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പേനയെ വിട്ട് കഴിഞ്ഞാൽ ഈ പേന തറയിൽ പോയി വീഴുന്നു. കാരണം എന്താണ്? ഈ പേനയിൽ ഭൂമി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പേന ഭൂമിയിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നതാണ്, നമുക്ക് കാണുമ്പോൾ ഇത് പേന മാത്രം താഴെ വീഴുന്ന മാത്രം നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഭൂമി കുറച്ചൊന്ന് മുകളിലും വരുന്നുണ്ട് അല്ലെ? രണ്ട് സൈഡിലും ഫോഴ്സ് ഉണ്ട്. ഭൂമി വസ്തുവിനെ ഇങ്ങോട്ട് വലിക്കുന്ന പോലെ തന്നെ വസ്തു ഭൂമിയെ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. പക്ഷേ ആ വസ്തുവിന്റെ മാസ് ചെറുതായതുകൊണ്ട് ഭൂമിയുടെ നീക്കം വളരെ 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 കുഞ്ഞായിരിക്കും. ഓക്കെ, എന്നാലും ഞാനൊരു വസ്തുവിനെ തറയിലിട്ട് കഴിഞ്ഞാൽ ആ വസ്തു എങ്ങനെ തറയിൽ പോകുന്നോ അതേപോലെ തന്നെ ഭൂമിയും അതിനനുസരിച്ച് കുറച്ച് മുകളിൽ വരുന്നുണ്ട്. ആ വാല്യൂ വളരെ കുഞ്ഞായിരിക്കും, കാരണം ഭൂമി ഭീകരമാണ്, വസ്തുവിന്റെ മാസ് വളരെ ചെറുതാണ്. ഇതെപ്പോഴും നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. കാൽക്കുലേറ്റിംഗ് ദ മാസ് ഓഫ് എർത്ത്. Since we can know the radius of Earth, the value of g on Earth's surface and capital G. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും നോക്കാം, ഞാനിത് പറഞ്ഞു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എനിക്കറിയാം 9.8 ആണെന്ന് നമുക്കറിയാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനെ ഇങ്ങനെ വിട്ടു നോക്കിയാൽ മതി, അത് എത്രത്തോളം ആക്സലറേഷനിൽ പോകുന്നു എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതിനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാലും 6.67 × 10⁻⁻11 ആണ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും അറിയാം.
റേഡിയസും എനിക്കറിയാൻ പറ്റും. ഈ ഭൂമിയെ ചുറ്റി വന്നു കഴിഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ആയി പറയാമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡ് ഷേപ്പാണ്. എന്നാലും അതൊരു സ്ഫിയർ ആണ് എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയെ ചുറ്റി വന്നു കഴിഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസ് എനിക്ക് അളക്കാൻ പറ്റും. സർക്കംഫറൻസിൽ നിന്നും എനിക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. സർക്കംഫറൻസ് 2πr ആണ്. അങ്ങനെയാണെങ്കിൽ r എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെയാ? G കിട്ടി, ക്യാപിറ്റൽ G അറിയാം, r² r എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദി എർത്ത്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് ദി എർത്ത് ഇതേപോലെ പ്രാക്ടിക്കലി ഭൂമി ചുറ്റി വന്ന ആൾക്കാർ കണ്ടുപിടിച്ചതാണ്. 6.36 × 10⁶ മീറ്റർ ആണ് എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, G എന്ന് പറയുന്നത് 9.8 ആണ്. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ G നമുക്കറിയാം 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കിലോഗ്രാം സ്ക്വയർ ആണ്. ആ യൂണിറ്റ് മറക്കരുത്. അതിനാൽ നമുക്ക് എന്തറിയാം? G ക്യാപിറ്റൽ G ഇൻറ്റു m ഡിവൈഡഡ് ബൈ r² എന്നറിയാം. ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെഴുതാം? m r നെ ഇപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, G താഴെ പോകും. അപ്പോൾ G r² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ G എന്നെഴുതാം. ഓക്കെ, ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ G നമുക്കറിയാം 9.8 ആണ്, r² എനിക്കറിയാം, r അറിയാം, അങ്ങനെയാണ് r² കിട്ടും, ക്യാപിറ്റൽ G എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാസ് ഓഫ് ദി എർത്ത് കിട്ടുന്നതായിരിക്കും. അതൊന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം. ഞാനൊരു പ്രോബ്ലം കഴിഞ്ഞിട്ട് എത്രയാണ് വാല്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബോഡി വെയ്സ് 90 kg ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. Calculate its weight on Mars if Mars has 1/9 of mass of the Earth and half the radius of the Earth. ശ്രദ്ധിക്കാം, ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിന് 90 kg ആണ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ m തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതുവാണ്, m 90 kg ആണ്. ഓക്കെ, ആൻഡ് അത് സർഫസ് ഓഫ് എർത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറയുന്നത്, എർത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് എത്രയാണ് ഈ വസ്തുവിൻ്റെ എർത്തിലുള്ള വെയിറ്റ് എന്നുള്ളത് കിട്ടും. എത്രയാണ്? 90 × G 9.8 എടുക്കാം, 10 എടുക്കാം, അപ്രോക്സിമേറ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ 900 ന്യൂട്ടൺ ആയിരിക്കും ഈ വസ്തുവിൻ്റെ ഭൂമിയിലുള്ള വെയിറ്റ്. ഇനി എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ഇറ്റ്സ് വെയിറ്റ് ഓൺ മാർസ്. ചൊവ്വാഗ്രഹത്തിൽ ഇതിന് എത്ര മാസ് ഉണ്ട്? ഇഫ് മാർസ് ഹാസ് 1/9 മാസ് ഓഫ് എർത്ത്. അപ്പോൾ മാസ് ഓഫ് മാർസ് എന്ന് ഞാൻ എഴുതുവാണ്. അത് മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 9 ആണെന്നറിയാം. ഓക്കെ, ആൻഡ് ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. റേഡിയസ് ഓഫ് മാസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മീൻ ഡെൻസിറ്റി ഓഫ് എർത്ത്. എർത്തിന്റെ മീൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ആവറേജ് ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ മാസ് കണ്ടുപിടിച്ചു. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കുക, അപ്പോൾ കിട്ടും. എത്രയാണെന്നുള്ളത് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാവുന്നത്? എപ്പോഴും ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്ന് എനിക്കറിയാം. ഓക്കെ, മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മീൻ ഡെൻസിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ ഡെൻസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എർത്തിനെ മാസ് എടുക്കാം, എന്നിട്ട് എർത്തിന്റെ വോളിയം, എർത്ത് ഒരു സ്ഫിയറായി അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർത്തിന്റെ വോളിയം എങ്ങനെ പറയാം? 4/3 πr³ എന്നെനിക്ക് എഴുതാം. ഈ r എന്ന് പറയുന്ന റേഡിയസ് ഓഫ് എർത്ത് ആണ്. അത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് വോളിയം ഓഫ് എർത്ത് കിട്ടും. ആ വോളിയം ഓഫ് എർത്തും മാസ് ഓഫ് എർത്ത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഡെൻസിറ്റി ഓഫ് എർത്ത് കിട്ടും. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്താണ് ചെയ്തത്. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ നോട്ട്സ് വേണമെന്നുള്ള കുട്ടികൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നോട്ട്സ് എഴുതി എടുക്കുകയോ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഭൂമിയിൽ 90 kg ഉള്ള ഒരു വസ്തുവിന് മാർസിൽ എത്രയാണ് വെയിറ്റ് എന്ന് ചോദിച്ചു. അതിന് തൊട്ട് മുന്നേ നമ്മൾ മാസ് ഓഫ് എർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി G(r² / G) എന്നുള്ള ഇക്വേഷൻ എഴുതിയായിരുന്നു. G എന്ന് പറയുന്നത് 9.8 ആണ്, R എന്ന് പറയുന്നത് 6.36 × 10⁻6 മീറ്റേഴ്സ് ആണ്, ക്യാപിറ്റൽ G എന്ന് പറയുന്നത് 6.67 × 10⁻11 ആണ്. അപ്പോൾ ഇത് മൂന്നും കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് എർത്ത് കിട്ടുന്നത് 6.24 × 10⁻24 കിലോഗ്രാം ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം. ഡെൻസിറ്റി ഓഫ് എർത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. കാൽക്കുലേറ്റ് ഡെൻസിറ്റി ഓഫ് എർത്ത്. മീൻ ഡെൻസിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആവറേജ് ആയി എർത്തിന് എത്ര ഡെൻസിറ്റി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കിട്ടും. അപ്പോൾ മാസ് ബൈ വോളിയം ചെയ്യാൻ എർത്തിന്റെ മാസ് എനിക്കറിയാം, ഇപ്പോൾ എഴുതിയതുള്ളൂ 6 × 10⁻24 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 4/3 × πr³ ചെയ്യണം. r എന്ന് പറയുന്നത് 6.36 × 10⁻6 മീറ്റേഴ്സ് ആണ്. ദ ഹോൾ സ്ക്വയർ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5500 kg/m³ എന്ന് കിട്ടും. ഇതായിരിക്കും ആവറേജ് ഡെൻസിറ്റി ഓഫ് എർത്ത്. ഈ രണ്ട് വാല്യൂസും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ മാർസിൽ എത്രയാണ് വെയിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ് ഓഫ് മാസ് എന്ന് പറയുന്നത് ഞാൻ mm എന്ന് പറയുവാണ്. അത് മാസ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ 9 ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർസ് ഹാസ് 1/9 മാസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ റേഡിയസ് ഓഫ് മാർസ് rm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ re ഡിവൈഡ് ബൈ 2 എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ
ശ്രദ്ധിക്കുക, ഞാൻ ജി അറ്റ് മാർസ് എന്ന് എഴുതുവാണ്. അതെന്ന് പറയുന്നത് ജി ഇൻറ്റു മാസ് ഓഫ് മാർസ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മാർസ് സ്ക്വയർ ആയിരിക്കും. അതേപോലെ ജി ഓഫ് എർത്ത് എനിക്കറിയാം, അത് നമ്മൾ ആദ്യം എഴുതിയായിരുന്നു, ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് രണ്ടിൻ്റെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എം ഡിവൈഡഡ് ബൈ ജി എർത്ത് എന്ന് ഞാൻ എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ എന്നെനിക്ക് എഴുതാം. ഓക്കെ, ഈ ജിയും ജിയും കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായി, എം എം ഡിവൈഡഡ് ബൈ എം ഇ, ഈ ആർ ഇ മുകളിൽ പോവും, അപ്പോൾ ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എം സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയായിരുന്നു ഈ എം എം എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയതുള്ളൂ, എം ഇ ഡിവൈഡഡ് ബൈ 9 ആണെന്നറിയാം. അപ്പോൾ എം ഇ ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ എം ഇ ഇൻറ്റു ആർ ഇ സ്ക്വയർ ആയിട്ട് തന്നെ നിൽക്കും. ആർ എം സ്ക്വയർ എന്ന് പറയുന്നത് ആർ ഇ ഡിവൈഡഡ് ബൈ 2 ആണെന്നറിയാം. അപ്പോൾ ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ് എന്നെനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജി എം ഡിവൈഡഡ് ബൈ ജി ഇ ഇസ് ഈക്വൽ ടു 4 മുകളിൽ പോവും, 9 താഴത്തെ നിൽക്കും. അപ്പോൾ 4/9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ജി എം എന്ന് പറയുന്നത് ജി ഇ ഇൻറ്റു 4/9 ആയിരിക്കും. ഓക്കെ, ജി നമുക്കറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എർത്ത് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മാർസ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എത്രയായിരിക്കും, ഞാൻ ഡബ്ല്യു എന്ന് എഴുതുവാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ജി എം ആയിരിക്കും. ഓക്കെ, ഈ മാസ് എനിക്കറിയാം 90 ആണ്. 90 ഇൻറ്റു 40/9 ഇസ് ഈക്വൽ ടു 400 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ 900 ന്യൂട്ടൺ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് മാർസിൽ എത്ര മാസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 400 ന്യൂട്ടൺ മാസേ ഉള്ളൂ. കാരണം എന്താണ്, മാർസിൻ്റെ മാസ് കുറവാണ്, റേഡിയസും കുറവാണ്, പക്ഷെ മാസ് ഭയങ്കരമായി കുറയുന്നു. അതുകൊണ്ട് വാല്യൂ കുറവായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മാറുന്നു, അല്ലെങ്കിൽ ആ വേരിയേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം എന്നുള്ളതാണ്. ആദ്യം നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ജി ഇൻറ്റു മാസ് ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ ആണ്. ഓക്കെ, ഒരു ഏത് പ്ലാനറ്റ് ആണോ ആ പ്ലാനറ്റിന്റെ മാസിനെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഈ റേഡിയസ് എന്ന് പറയുന്നത് സർഫസിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയാണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മൗണ്ട് എവറസ്റ്റിൽ പോയി നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഭൂമിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടാതെ മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റും കൂടെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹൈറ്റ് ഉയരം കൂടുന്തോറും അവിടെ ജിയിൽ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, എഫക്റ്റ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്. Okay, if an object moves a height of h from the surface of the planet with radius r, ഒരു r റേഡിയസ് ഉള്ള പ്ലാനറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ r റേഡിയസ് ഓഫ് ഉള്ള പ്ലാനറ്റിന്റെ സർഫസ് ആണ് എസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ ആ ഓബ്ജക്റ്റ് മുകളിലോട്ട് പോവാണ്. എത്ര മുകളിലോട്ട് പോവാണ്, ഒരു h മീറ്റർ മുകളിലോട്ട് പോകുന്നു. എന്നാൽ h എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള ആക്സലറേഷൻ ഓഫ് ഡ്യൂ ടു ഗ്രാവിറ്റി ജി എച്ച് എന്ന് എഴുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നറിയാം. ഇത് സർഫസിലുള്ള ഫോഴ്സ് ആണ്. സർഫസിലുള്ളപ്പോൾ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഈ ഓബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ തന്നെയായിരുന്നു. ഓക്കെ, ഇനി എഫ് എച്ച് ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. കാരണം h ദൂരം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ആർ പ്ലസ് എച്ച് ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയി ജി എസ്, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇത് ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. ഈ എഫ് എസ് ഡിവൈഡഡ് ബൈ എം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. അതേപോലെ ഞാൻ ജി എച്ച് എന്ന് പറയുവാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോയിന്റ് എച്ച്. അതെന്ന് പറയുന്നത് ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് രണ്ടിൻ്റെയും റേഷ്യോ ഞാൻ എടുത്താലോ, ജി എച്ച് ഡിവൈഡഡ് ബൈ ജി എസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ന്യൂമറേറ്ററിൽ ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, അത് സർഫസിലുള്ളത്. ഓക്കെ, ഈ ജിയും എമ്മും ഒക്കെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ ബേസിക്കലി എനിക്ക് കിട്ടുന്നത് ഈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ താഴെ വരും, ആർ സ്ക്വയർ മുകളിൽ പോകും. അപ്പോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഡിനോമിനേറ്ററിൽ നിന്നും ആർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറി, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഞാൻ കോമൺ എടുക്കുവാണ്, 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്നായി. ഈ ആർ സ്ക്വയറും ആർ സ്ക്വയറും കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റൈസ് ടു -2 എന്ന് എഴുതാം.
ഓക്കെ, ഇതിനെ ബൈനോമിയലി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 1 - 2h/r എന്ന് കിട്ടും. ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് ഇത്. ഇത് അറിഞ്ഞൂടാത്തവർ ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഉണ്ട്, അത് പഠിക്കുക. അപ്പോൾ അവിടെ ഇത് തുറക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ടേംസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ടേമിന് ശേഷമുള്ള ബാക്കിയുള്ള ടേംസിനെല്ലാം പവർ ഭയങ്കര കൂടുതലായതുകൊണ്ട് അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1 - 2h/r എന്നാണ്. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ഇത് നമുക്ക് കിട്ടിയത് എന്താണ്? GH/GS ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് GH, അതായത് ആ ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ GS-നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 - 2h/r-നെ എനിക്ക് GS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ശ്രദ്ധിക്കുക, ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഭൂമിയുടെ സർഫസിൽ നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം GS 9.8 ആണെന്ന് അറിയാം. സർഫസിൽ നിന്നും ഞാൻ പിന്നെ മുകളിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ള എവറസ്റ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ് എന്ന് ചോദിച്ചാൽ അതാണ് GH. അത് കണ്ടുപിടിക്കാൻ എനിക്ക് എന്തൊക്കെ അറിയണം? ആദ്യം ഈ 1 നമുക്കറിയാം. 2h എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ പോയി, ആ ഹൈറ്റ് എനിക്ക് അറിയണം. അപ്പോൾ മൗണ്ട് എവറസ്റ്റിന് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് എനിക്ക് അറിയണം. അപ്പോൾ റേഡിയസ് ഓഫ് എർത്ത് ഇൻറ്റു സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് 9.8 ആണ്. അപ്പോൾ അതും അറിയണം. അത് മൂന്നും അറിയാമെങ്കിൽ ഏത് ഹൈറ്റിൽ പോയി കഴിഞ്ഞാലും എനിക്ക് എത്ര ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആൻ ഒബ്ജക്ട് വെയ്സ് 1000 kg ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഭൂമിയുടെ സർഫസിൽ 1000 kg ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് വെയിറ്റ് ഓൺ ടോപ്പ് ഓഫ് എവറസ്റ്റ്. എവറസ്റ്റിന്റെ മുകളിൽ പോയി അങ്ങനെയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ടേക്ക് h = 8834 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ അറിയാവുന്നത്? നമുക്കറിയാവുന്നത് GH അല്ലെങ്കിൽ G എവറസ്റ്റ് അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 - 2h/r ഇൻറ്റു GS എന്ന് എനിക്കറിയാം. ഇതിൽ h എനിക്കറിയാം 8834 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ R റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയതേ ഉള്ളൂ. 6.36 ഇൻറ്റു 10⁶ മീറ്റർ ആണ്. ഓക്കെ, GS സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് GH കണ്ടുപിടിക്കാൻ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 - 2 × 8834 ഡിവൈഡഡ് ബൈ 6.36 × 10⁶ ദ ഹോൾ ഇൻറ്റു 9.8 ആയിരിക്കും ഈ വാല്യൂ കിട്ടുന്നത്. ഇതൊന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം, നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടുന്നു എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പല പ്ലാനറ്റിൽ പോയാൽ എങ്ങനെയായിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നത് എന്നുള്ളതും ഹൈറ്റിനനുസരിച്ച് എങ്ങനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നു എന്നുള്ളതും പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യത്തെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആൾട്ടിറ്റ്യൂഡ് കാരണം മാറുന്നു എന്നുള്ളത്. ഇനി ഇതേപോലെ ഹൈറ്റ് കുറഞ്ഞാലും, അതായത് ഭൂമിയെ തുരന്ന് നമ്മൾ താഴെ പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. അതെങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.